പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട്, പുതിയൊരു ദിവസത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പ്രകാരം പറയുന്നു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട് മറുപടി കൊടുക്കുന്നതായിട്ടുള്ളതാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ താഴോട്ട് പറയുന്ന സഭയുടെ 7 അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മളായിരിക്കുന്ന സഭയിൽ ഈ 7 അടിസ്ഥാന ഉപദേശങ്ങളും ഉള്ളതായിരിക്കണം. ഇവിടെ പറയുന്നത്, പത്രോസ് അവരോട് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നു. മനസാന്തരത്തെക്കുറിച്ച് പറയുന്നു, സ്നാനത്തെക്കുറിച്ച് പറയുന്നു, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് മാത്രം നമ്മൾ വിശ്വസിച്ചാൽ പോരാ. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സദാസമയവും അബൈഡ് ചെയ്യുന്നുണ്ട്, വസിക്കുന്നുണ്ട്. വരങ്ങളും ഫലങ്ങളും പരിശുദ്ധാത്മാവിനെ മുഴുവനായിട്ട് നമുക്ക് കൈക്കൊള്ളുവാനായിട്ട് സാധിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 42-ാമത്തെ വാക്യം പറയുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. ഇവിടെ 4 കാര്യങ്ങളുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിച്ചു പോകും. അങ്ങനെ 7 അടിസ്ഥാന ഉപദേശങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഓരോ വ്യക്തിപരമായിട്ട് നമ്മളെ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ 7 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നവരാകുന്നോ, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നവരാകുന്നോ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതം, നമുക്ക് കൂട്ടായ്മ വേണം, നമുക്ക് പ്രാർത്ഥന വേണം, നമുക്ക് അപ്പോസ്തലന്മാരുടെ ഉപദേശം, ഈ ലേഖനങ്ങൾ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വചനത്തിൻ്റെ ഓരോ വാക്കും നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുക്കണം. വചനം തീർച്ചയായിട്ടും ആദ്യത്തെ പേജ് മുതൽ അവസാനം വരെ അത് ദൈവത്തിൻ്റെ വചനമാകുന്നു. പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ നമ്മൾ വചനത്തിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിടത്തും മാനസാന്തരപ്പെടണം. ആരെങ്കിലും മാനസാന്തരപ്പെടാത്ത അവസ്ഥയിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ, ആദ്യം നമ്മുടെ ജീവിതത്തിൽ യോഹന്നാൻ സ്നാപകൻ ആദ്യം മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചു. യേശു കർത്താവ് മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ആദ്യം മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മൾ സ്നാനപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. അതാകുന്ന ആദ്യത്തെ 3. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉൾക്കൊള്ളണം, ഇതെല്ലാം വേണം. നമ്മൾ ദൈവമക്കളായിട്ട് നമുക്ക് ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്.